സ്വാഗതം എല്ലാവർക്കും. ഇന്ന് നമുക്കൊരു ചിക്കൻ ചുക്ക ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 സ്പൂണ് ചിക്കൻ ഫ്രൈ മസാല കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ മസാല എല്ലാം കൂടെ ഇതിൽ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കാം. ഇതൊരു 1/4 മണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് കുറച്ച് സവോള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നാല് പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അടുപ്പൊന്ന് കത്തിക്കാം. ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം ചെറുതായിട്ട്. നമുക്കൊരു ചീനച്ചട്ടി അടുപ്പ് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ ഈ ചിക്കൻ ഇതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു പകുതി മിച്ചം വേവായാൽ മതി കേട്ടോ, നന്നായിട്ട് ഫ്രൈ ആകണം. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ബാക്കിയുള്ള ചിക്കനോട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതും കൂടെ കോരി മാറ്റാം. നമ്മൾ ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് കീറി വെച്ചിരിക്കുന്നതും ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ അകത്ത് നമ്മുടെ ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റാം. ഇതെല്ലാം നന്നായിട്ട് ഒന്ന് വാടി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ട പ്രധാന ചേരുവ എന്ന് പറഞ്ഞാൽ 2 തക്കാളി നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് ഇതേപോലെ കുഴമ്പ് രൂപത്തിലാക്കിയത് അത് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. ഇനി നമുക്കൊരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ചിക്കൻ ചുക്ക നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുപോലെ എളുപ്പം ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ചെറിയ ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റ്, നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ചിക്കൻ ചുക്ക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. ഇതേപോലെ വ്യത്യസ്തമായ ഒരു റെസിപ്പിയായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.